1,200 illegals arrived on Saturday alone. Where are all the women and children? Drink that front page in, everybody. We are on for 50,000 Channel migrants this year. Each one is reportedly going to cost us around 40 grand a year. So that's about 2 billion quid of your money, I think, and the rest. The French are doing nothing, okay? We've paid them £500 million to stand on the beaches and wave them off. മെയ് 31 അതായത് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് UK എത്തിച്ചേർന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1194 ആണ്. കേവലം ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ചാനൽ കടന്ന് UK എത്തിയ ആൾക്കാരുടെ എണ്ണം സർവകാല റെക്കോർഡുകൾ ഭേദിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UK ഇംഗ്ലീഷ് പേപ്പറുകളിൽ വന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ആദ്യമായിട്ടാണ് 1000-ൽ കൂടുതൽ ആൾക്കാർ ഒറ്റ ഒരു ദിവസം UK ഇങ്ങനെ ഇല്ലീഗലായിട്ട് എത്തിച്ചേർന്നത്. ഈ ഒരു മെയ് 31 വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പം ഏകദേശം 14,811 ആൾക്കാരാണ് ഇതേപോലൊക്കെ തന്നെ സ്മോൾ ബോട്ടുകളിൽ UK എത്തിയിരിക്കുന്നത്. നമ്മൾ തമാശക്കാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, UK വരികയാണെങ്കിൽ വിമാനം കയറി വരാതെ നിങ്ങൾ കള്ളബോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ സർക്കാർ നിങ്ങളെ നോക്കിക്കോളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 സ്റ്റാർ അക്കോമഡേഷനും അതേപോലൊക്കെ തന്നെ ഫുഡും അതേപോലൊക്കെ തന്നെ അവർക്ക് ടൈം പാസിന് വേണ്ടുന്ന എൻജോയ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. പക്ഷേ നിങ്ങളൊരു ലീഗലായിട്ടൊരു വിസയിൽ UK എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും പോകും. അതേപോലൊക്കെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയും കിട്ടത്തില്ല. പിന്നെ നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപെന്ന് പറഞ്ഞാൽ UK എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സ് ജസ്റ്റ് ഒന്ന് പാസ്സായിട്ടുള്ള നമ്മളുടെ ഒരു ഇന്ത്യൻ നേഴ്സ് IELTS OET പാസ്സായി CBT കൂടെ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസും വേണ്ട, ഒരു കാര്യം വേണ്ട, UK ഒരു NHS ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട്, അതായത് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചയ്ക്കുള്ള നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, പാല്, അരി, അതേപോലെയുള്ള യോഗട്ട്, ഇത് മുഴുവനും നമുക്ക് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തന്ന് NHSകാർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം 100-200 പൗണ്ട് നമുക്ക് ചിലവിന് വേണ്ടി ഇങ്ങോട്ട് തന്ന് നമ്മളെ ആനയിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഒരു NHS ഹോസ്പിറ്റൽ പോലും ഒരു നേഴ്സിനെ, ഇപ്പോൾ ഒരു പിൻ നമ്പർ കിട്ടിയിട്ടുള്ള ഒരു നേഴ്സിന് പോലും ഒരു ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NHSൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബാൻഡ് 5 നേഴ്സ് നമ്മളോട് ധാരാളം വേക്കൻസികൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷെ ആ ഒരു സെയിം ടൈമിൽ ഇപ്പോഴ് UK ഒരു NHS ഹോസ്പിറ്റലിൽ 2-3 വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ 100-150 ആൾക്കാരാണ് അതിനു വേണ്ടി ആപ്ലിക്കേഷനുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ പൊതുവായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, UK യൂണിവേഴ്സിറ്റികൾ ധാരാളം നമ്മളുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അവരോരോ ബാച്ചുകളിലായിട്ട് അവരിപ്പോഴേ പഠിച്ച് പിന്നമ്പരുമായിട്ട് ഇറങ്ങുന്നു. അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിലായിരിക്കും മിക്കവാറും അവർക്ക് പ്ലേസ്മെൻറ്റുകൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു വാർഡിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവർ ജോലി കൊടുക്കുക എന്നുള്ളത് ഒരു സർവ്വസാധാരണമാണ്. കാരണം ഈ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ടുള്ളതാണ്, അവരുടെ കഴിവുകൾ അവർക്കറിയാം. അവർ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നമ്പരും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി കൊടുക്കും. നമുക്കറിയാമല്ലോ, ഈ ഒരു സൈഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസൊക്കെ ഇവിടെ വന്ന് ഡിഫറൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കെയറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സന്മാർ, അവർക്ക് ഈ ഒരു NHSൻ്റെ മാനേജർ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൻ്റെ അവരുടെ മാനേജർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് NMCയിൽ നിന്ന് ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ പിന്നമ്പര് കിട്ടുക. അങ്ങനെ പിന്നമ്പര് കിട്ടി ധാരാളം ആൾക്കാർ ഇപ്പോൾ ബാൻഡ് 5 നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് പിന്നമ്പര് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നു. മാത്രവുമല്ല, പിന്നമ്പര് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു നേഴ്സിംഗ് ഹോമിൽ പോലും അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇപ്പോഴും കെയർമാരായിട്ട്, സീനിയർ കെയർമാരായിട്ടൊക്കെ ജോലി ചെയ്യുകയാണ്. കാരണം അവർക്ക് ബാൻഡ് 5 നേഴ്സാണ്, അവർക്ക് പിന്നമ്പര് കിട്ടി. NMCയിൽ നിന്ന് അവർക്ക് പിന്നമ്പര് കിട്ടിയിട്ട് പോലും അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ UK ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ വിസിറ്റ് വിസയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഓസ്കി ചെയ്ത്
ഇവിടെ പിന്നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നൊക്കെയുള്ള ഒരു വാഗ്ദാനങ്ങളെ കൊടുത്ത് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ഇത് പിന്നമ്പര് എടുത്ത ആൾക്കാരുണ്ട്. അവർക്കറിയാം 6 മാസമാണ് ഈ ഒരു വിസിറ്റിംഗ് വിസയുടെ കാലാവധി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പിന്നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് ജോലി കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ UK വന്നിട്ട് ഓസ്ക് ചെയ്ത് പിന്നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നാട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ നാട്ടിൽ തിരിച്ചു പോയ ആൾക്കാർ 1-2 പേര് ഇപ്പോഴെന്നോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ജോലി കിട്ടുമോ. നമുക്കറിയാം ഏജൻസിയുടെ ത്രൂവിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്രയും നാൾ ജോലി ചെയ്തിരുന്നത്. കാരണം ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിന് ചിലപ്പോഴും 350, 400, 450 പൗണ്ട് വരെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം ആൾക്കാർ പെർമനൻ്റ് ജോലി ഉപേക്ഷിച്ച് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്തുകൊണ്ട് അവർ ഏജൻസി നഴ്സിംഗിലേക്ക് പോയി. അപ്പോൾ ഈ ഏജൻസി നഴ്സിംഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റുകൾ പിക്ക് ചെയ്തുകൊണ്ട് ജോലിക്ക് പോകാം, കൂടുതൽ പണവും കിട്ടും. നാട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസമോ 2 മാസത്തെ അവധിക്ക് നമുക്ക് നാട്ടിൽ പോവുകയും ചെയ്യാം, വലിയ ടെൻഷനും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് ആ ഒരു പാത്വേ സ്വീകരിച്ചത്. കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് 3-4 വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ UK ഇഷ്ടം പോലെ നേഴ്സിംഗ് വേക്കൻസികളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പെർമനൻ്റ് ആയിട്ട് ജോലി ചെയ്ത നല്ലൊരു ശതമാനം ആൾക്കാരും ഏജൻസി വർക്കിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനഫിന് ഷിഫ്റ്റ് കിട്ടുന്നില്ല. NHS ഹോസ്പിറ്റലിൽ അവിടെ പെർമനൻ്റ് സ്റ്റാഫ് ഇല്ലെങ്കിൽ മാത്രമേ അവർ ഏജൻസിയിൽ നിന്ന് ഒരാളെ ഹയർ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഏജൻസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഷിഫ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവരോരോരുത്തരും ഇപ്പോഴേ NHS ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോമുകളിലും പെർമനൻ്റ് ജോബിന് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസികൾ വന്നു കഴിയുമ്പോൾ പലരുടെയും CV ഒക്കെ നോക്കുമ്പോൾ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ആകെ 2-3 വേക്കൻസികളാണുള്ളത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒന്നുകിൽ അവർ സ്റ്റുഡൻസിനെ അവർ അറിയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കൊടുക്കും. കാരണം ഇവർ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വന്ന് പഠിച്ചതാണ്, നമ്മുടെ വാർഡിലൊക്കെ വന്ന് പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്ത് അവർ നല്ല പിള്ളേരാണ്, അപ്പോൾ അവർക്ക് കൊടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുക്കുന്ന ഇതുപോലൊക്കെ തന്നെ ആ വാർഡുകളിലൊക്കെ വന്നിട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇതേപോലെ തന്നെ 10-15 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് ഉണ്ട്. അവരുടെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും കൺസിഡറേഷൻ കൊടുക്കും. അപ്പം അങ്ങനെയും ജോലിയുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾ ഇപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരാളാണ്, ഇപ്പം നമുക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല, ഈ പറയുന്ന ഈ ഒരു സൈഫ് പ്രോഗ്രാമിൽ കൂടിയൊക്കെ പിന്നമ്പര് കിട്ടിയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചോളം അവർ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ ഇപ്പോൾ വെക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ തന്നെ റിജക്റ്റ് ചെയ്ത് നമുക്ക് റിപ്ലൈ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ UK ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും നേഴ്സസിൻ്റെ ധാരാളം വേക്കൻസികളായിരുന്നു UK ഉണ്ടായിരുന്നത്. ഇപ്പോഴും വേക്കൻസികൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഇനിയിപ്പോഴൊരു ബാൻഡ് 5 നേഴ്സായിട്ട് ഒരു കുറച്ച് കാലത്തേക്കിലും ഒരു 6 to 1 year എങ്കിലും UK ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ വേക്കൻസികൾ ഉള്ള ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയാണ്. അത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അതിപ്പോഴും നമ്മളുടെ ഹോം സെക്രട്ടറി യോറ്റ് കൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീസൺ വർക്കേഴ്സിനെ UK 6 മാസത്തെ വിസയിലൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ആരാണോ കൊണ്ടുവരുന്നത് അവർ ഫുൾ ചിലവെടുത്തുകൊണ്ട് അവരെ എംപ്ലോയീസിനെ കഷ്ടപ്പെടുത്താതെ അവർക്ക് വേണ്ടുന്ന വിസ ചിലവും അതുപോലെ തന്നെ ട്രാവൽ ഫ്ലൈറ്റ് ചാർജും എല്ലാം നിങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ കൊണ്ടുവരണം. അല്ലാതെ അവർക്ക് ഇത്രയും പൈസ മുടക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈ ഒരു പൈസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ടിലാകും. അങ്ങനെ വന്ന ആൾക്കാർ പലരും തിരിച്ചു പോകാതെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എംപ്ലോയർ തന്നെ കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ ഈ സകല ചെലവും എടുത്തുകൊണ്ട് ഈ ഒരു സീസണൽ വർക്ക് വിസയിൽ ആൾക്കാരെ കൊണ്ടുവരണമെന്നുള്ള ഒരു പുതിയൊരു ഉത്തരവ് കൂടി ഇപ്പോഴും വന്നിട്ടുണ്ട്. നേഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നില്ല. നിങ്ങൾ നേഴ്സിംഗ് പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം UK ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും US കാനഡയിലും ഒക്കെ എവിടെ പോയി കാണും, ദുബായിൽ പോയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നല്ല സാലറിയുള്ള ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.